സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പ്രിയമുള്ളവരെ, തത്തമ്മയെ നമ്മെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, തത്തമ്മയുടെ കട്ടപ്പച്ച തൂവലുകളും കട്ടച്ചുവപ്പ് ചുണ്ടും മനോഹാരിത കൊണ്ട് വേറെ തന്നെ. മയിലിനെയും പ്രിയപ്പെട്ടവരെ എന്തൊരു ചന്തമാണ്. എന്നാൽ കാക്കയ്ക്ക് ആകർഷണീയമായ വർണ്ണമില്ലെങ്കിലും അത് ഒരു ശുചീകരണകാരിയായി സേവനമനുഷ്ഠിക്കുകയാണ് പ്രിയപ്പെട്ടവർ. എന്നാൽ തത്തമ്മയ്ക്കും മയിലിനും കാക്കയ്ക്കും ഒന്നും തങ്ങൾക്ക് ഇത്ര ഭംഗിയുണ്ടെന്നോ ഭംഗിയില്ലെന്നോ ഒന്നും തിരിച്ചറിയുവാനുള്ള ശക്തിയില്ല. പരംദൈവം ഇവയെല്ലാം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി വെച്ചത് മനുഷ്യരായ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി തന്നെയാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യരായ നമ്മളാണ് ദൈവത്തിൻ്റെ മാസ്റ്റർ പീസ് പ്രിയപ്പെട്ടവരെ, സൃഷ്ടികർമ്മത്തിൻ്റെ മകുടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി പരംദൈവം സൃഷ്ടിച്ച ജന്തുവർഗ്ഗങ്ങൾ ഇത്ര മനോഹരമാണെങ്കിൽ നമ്മളെ എത്രയധികം ചന്തത്തോടെ നമ്മുടെ ദൈവം പരിപാലിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ നമുക്ക് ചിലപ്പോഴെല്ലാം നൈരാശ്യങ്ങളിൽ കൂടിയും സമാധാനമില്ലായ്മ കൂടിയും കടക്കേണ്ടി വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അതിന് കാരണം എന്താണ് പ്രിയപ്പെട്ടവരെ? തിരുവചനം ലൂക്കോസ് 12:31, 29:30-31 ഇപ്രകാരം പറയുന്നു: എന്തു തിന്നും എന്തു കുടിക്കുമെന്നോർത്ത് വ്യാകുലപ്പെടേണ്ട. ഈ വക ജാതികളെത്ര അന്വേഷിക്കുന്നത്, നമ്മുടെ ദൈവമോ ഇവയൊക്കെയും നമുക്ക് ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ പ്രിയപ്പെട്ടവരെ. നമ്മുടെ പരംദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ യേശുനാഥൻ തന്നെ. യേശുനാഥനിൽ നിറഞ്ഞ് ഹല്ലേലൂയ അവിടുത്തെ സ്തുതിച്ച് അവിടുത്തെ രക്ഷാകര കർമ്മം ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട്, കുരിശുമരണത്വം ധ്യാനിച്ചുകൊണ്ട്, ഉയർപ്പ് ധ്യാനിച്ചുകൊണ്ട്, സദാ നേരവും അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ ഏകദൈവമായ ദൈവമായ യേശുനാഥൻ യഹോവയാം നമ്മുടെ ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. സ്തുതികളിൽ വസിക്കുന്നു നമ്മുടെ ദൈവമെന്ന് തിരുവചനം പറയുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഒരു സ്തുതി ഉണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ നമുക്ക് സർവ്വ നന്മകളും വന്നണയുക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ. നന്ദിയുള്ള ഹൃദയത്തോടെ സർവ്വ ജനവുമായിരുന്നാൽ ദൈവത്തിന് നന്ദി പറഞ്ഞാൽ എല്ലാ നന്ദിയും യേശുവിന് ചെല്ലുന്നതുകൊണ്ട്, ഏകദൈവമായ രക്ഷകനായ യേശുവിൽ ചെല്ലുന്നതുകൊണ്ട് നമുക്ക് സമാധാനവും സന്തോഷവും സർവ്വ നന്മകളും വന്നു ഭവിക്കും പ്രിയപ്പെട്ട കർത്താവ് നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. ഹല്ലേലൂയ.